നമസ്കാരം. ലൈഫ് ലെസൺസ് ബൈ ശ്രീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരാളെ ബൈ ചാൻസ് മീറ്റ് ചെയ്ത് നമ്മൾ ബാർബർ ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു തൃശ്ശൂർക്കാരൻ. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ദുബായിൽ വന്നിട്ട് വേറെ യൂറോപ്പിലേക്ക് മൈഗ്രേഷൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമും റീൽസും അങ്ങനത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് യൂട്യൂബിനും ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഉള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ പറ്റിയെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കണ്ടിന്യൂസ് ആയിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണിച്ചു തരുന്നത്. അങ്ങനെ ഈ മൈഗ്രേഷന് ട്രൈ ചെയ്യുന്ന എന്തോ പുള്ളിക്കാരൻ സെർച്ച് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം പുള്ളിക്കാരന് കിട്ടിയിട്ട് പുള്ളിക്കാരൻ ഏതോ പാർട്ടിയായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഇവിടെ വന്നിട്ട് 10 മാസമേ ആയിട്ടുള്ളൂ, ദുബായ് വന്നിട്ട് 10 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് ഏതോ ഇതേപോലെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ട് ആരോ കോണ്ടാക്ട് ചെയ്ത് മൈഗ്രേഷന് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നാട്ടിലത്തെ ഈ 20 ലക്ഷം എങ്ങാനും തന്നു കഴിഞ്ഞാൽ ഫുൾ മൈഗ്രേഷനും എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് അവരെ ഫേം ഇവിടെയാണ്, പക്ഷെ നാട്ടിൽ പൈസ തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെല്ലോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനിത് കേട്ട പാടന്നെ പുള്ളിക്കാരനോട് പറഞ്ഞു, നമ്മളെ നാട്ടിൽ നടക്കുന്നതിന് ഈക്വലായിട്ട് സ്കാം ഇവിടെയും ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ മൈഗ്രേഷനൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ആർക്കും 5 പൈസ നിങ്ങളെ വിസ അടിക്കുന്നതിന് മുന്നേ കൊടുക്കാൻ പാടില്ല. നിങ്ങളെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ നിങ്ങൾക്ക് റിലേറ്റഡ് എംബസിയിൽ നിന്ന് കിട്ടുകയാണെങ്കിലോ അല്ലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ, ഇതിപ്പോൾ ഡോക്യുമെൻറ്റ് ഫോർജറിയും ഫേക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഒരുപാട് ആൾക്കാർ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യത്തിനെ പറ്റിയിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഒരു ട്രസ്റ്റഡ് മൈഗ്രേഷൻ പാർട്ട്ണറെയോ അല്ലെങ്കിൽ മൈഗ്രേഷൻ ഏജൻസിയോ ത്രൂ മാത്രം നിങ്ങൾ ചെയ്യാം. ഏതെങ്കിലും ഒരാൾ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ പറഞ്ഞെന്ന് വെച്ചിട്ട് അയാൾ പറയുന്ന റെഫറൻസിലൂടെ പോയി വേണ്ടാത്തടുക്ക പൈസയും കൊടുത്തിട്ട് പെടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ആർക്കും വരാൻ പാടില്ല എന്ന അവസ്ഥ ആർക്കും വരാൻ പാടില്ല എന്നുള്ളത് കൂടി ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആകട്ടെ അല്ലെ മൈഗ്രേഷൻ ഓപ്പർച്യൂണിറ്റി ആകട്ടെ അല്ലെ വേറെ എന്തെങ്കിലും കാര്യത്തിലാകട്ടെ, ഒരിക്കലും നമുക്കറിയാത്ത അല്ലെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഫേം ത്രൂ അല്ലാതെ ഇങ്ങനെ വിസയോ അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയോ ഒന്നും പ്രോസസ്സ് ചെയ്യാതിരിക്കുക. എപ്പോഴും നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുന്നേ 100% എൻഷ്യൂർ ചെയ്യാതെ ഒഫീഷ്യലി ഡോക്യുമെൻറ്റഡ് ആണെന്ന്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സ്കാമും ഫ്രോഡ് സ്കാമും ഈ റീൽസ് ത്രൂ ഒക്കെ കണ്ടിട്ട് ആൾക്കാർ പൈസ അയച്ചു കൊടുത്തിട്ട് കിട്ടാത്ത ഒരു കാര്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ അവെയർ ആയിരിക്കുക. ഇനി ഇതേപോലെ എന്തെങ്കിലും യൂസ്ഫുള്ളായ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.